നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും പണക്കാർ മാത്രം താമസിക്കുന്നതുമായ ഒരു VIP പ്രദേശത്തായിരുന്നു ആ വലിയ ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മതിൽക്കെട്ടുകളും തിളങ്ങുന്ന ചുവരുകളും ആഡംബര കാറുകളും ആരെയും ആകർഷിപ്പിച്ചു കളയും. എന്നാൽ ആ വീടിന്റെ വലിയ ഗേറ്റുകൾ കടന്ന് ഉള്ളിലേക്ക് ചെന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ്. പുറത്ത് കാണുന്ന ആഡംബരത്തിന് പിന്നിൽ വളരെ കഠിനവും ശ്വാസം മുട്ടിക്കുന്നതുമായ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നു. അവിടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്കോ സ്നേഹത്തിനോ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. മറിച്ച് പണത്തിന്റെ അഹങ്കാരത്തിനും കർശനമായ നിയമങ്ങൾക്കുമായിരുന്നു അവിടെ മുൻഗണന. ആ ബംഗ്ലാവിലെ പരമാധികാരി മധുമതി ദേവി എന്ന സ്ത്രീയാണ്. താൻ മാത്രമാണ് ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിശാലിയെന്നും മറ്റുള്ളവരെല്ലാം തന്റെ വിരൽത്തുമ്പിൽ ജീവിക്കേണ്ടവരാണെന്നും അവർ വിശ്വസിച്ചു. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാവരെയും നിയന്ത്രിക്കുക എന്നത് അവരുടെ ഒരു ശീലമായിരുന്നു. അവരുടെ മകൾ റീമയും അമ്മയുടെ അതേ സ്വഭാവം പകർന്നു കിട്ടിയവളാണ്. ആരോടും ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലും തരം താഴ്ത്തുന്നതിലും വലിയ ആനന്ദം കണ്ടെത്തുന്നതുമായിരുന്നു അവളുടെ രീതി. പണവും സൗന്ദര്യവും മാത്രമാണ് ജീവിതത്തിൽ എല്ലാമെന്ന് വിശ്വസിച്ചിരുന്ന റീമക്ക് മുന്നിൽ മനുഷ്യത്വത്തിന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. ഈ നഗരതുല്യമായ വീട്ടിലേക്കാണ് സീമ എന്ന പെൺകുട്ടി മരുമകളായി കടന്നു വരുന്നത്. തികച്ചും ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവളായിരുന്നു സീമ. വളരെ ലളിതമായ വസ്ത്രധാരണവും ശാന്തമായ മുഖവുമായിരുന്നു അവളുടേത്. അവൾ ആ വലിയ വീട്ടിലേക്ക് വരുമ്പോൾ വലിയൊരു ആഡംബരവും അവളുടെ മേൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തരം ആഴവും ലോകപരിചയവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആദ്യ നോട്ടത്തിൽ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ വലിയ ബംഗ്ലാവ് തനിക്ക് വലിയൊരു പരീക്ഷണശാലയായി മാറാൻ പോവുകയാണെന്ന് അവൾക്ക് തുടക്കത്തിൽ അറിയില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഈ വീട്ടിൽ സ്നേഹത്തിന് സ്ഥാനമില്ലെന്നും പരിഹാസങ്ങൾ മാത്രമാണ് തന്നെ കാത്തിരിക്കുന്നതെന്നും അവൾ തിരിച്ചറിഞ്ഞു. അവൾ വലതുകാൽ വെച്ച് വീടിന്റെ പടി കയറിയപ്പോൾ തന്നെ അമ്മായിയമ്മ മധുമതി ദേവി അവളെ ഒന്ന് ഇരുത്തി നോക്കി. പുതിയ മരുമകളെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നതിന് പകരം വളരെ പുച്ഛത്തോടെയാണ് അവർ പെരുമാറിയത്. ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിക്ക് ഈ വലിയ വീടിന്റെ അന്തസ്സും ആചാരങ്ങളും എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? ഇവൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നഗരത്തിലെ വലിയ കുടുംബങ്ങളോട് എങ്ങനെ ഇടപഴകണമെന്ന് ഇവൾക്കറിയില്ല. വളരെ തരം താഴ്ന്ന രീതിയിൽ മധുമതി പറഞ്ഞു. തൊട്ടു പിന്നാലെ നാത്തൂൻ റീമയും തന്റെ വിഷം ചീറ്റുന്ന വാക്കുകളുമായി എത്തി. അമ്മേ, ഇവൾക്കൊരു ചായ പോലും കൃത്യമായി ഉണ്ടാക്കാൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നഗരത്തിലെ ലൈഫ് സ്റ്റൈൽ ഇവളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അമ്മ ഇവളെ വലിയ കാര്യത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തെറ്റായി പോയി. അവർ രണ്ടുപേരും ചേർന്ന് ആദ്യ ദിവസം തന്നെ സീമയെ മാനസികമായി തളർത്താനും കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് മുന്നിൽ അവളെ മോശക്കാരിയാക്കാനും പരമാവധി ശ്രമിക്കുകയാണ്. താൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളെ ഇത്രമാത്രം ക്രൂരമായി പരിഹസിച്ചിട്ടും സീമ അവരോട് തർക്കിക്കാൻ നിന്നില്ല. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ ആ വാക്കുകളെല്ലാം കേട്ടുനിന്നു. അവളുടെ ആ മനസ്സിന്റെ ശാന്തതക്കും മൗനത്തിനും പിന്നിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ അഹങ്കാരികൾ അറിഞ്ഞതേയില്ല. ആ ബംഗ്ലാവിനുള്ളിലെ ആദ്യത്തെ ദിവസം തന്നെ സീമക്ക് വലിയൊരു പാഠമാണ് നൽകിയത്. ഇവിടെ തനിക്ക് നിൽക്കണമെങ്കിൽ വലിയൊരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ആ പോരാട്ടം വഴക്കുകളിലൂടെയല്ല, മറിച്ച് തന്റെ ബുദ്ധിയിലൂടെയായിരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ബംഗ്ലാവിലെ ആദ്യ ദിവസത്തെ അസ്വസ്ഥതകൾക്ക് ശേഷം ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ സീമയുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. പകരം അവൾക്ക് ആ വീട്ടിൽ ഓരോ ദിവസവും പുതിയ പുതിയ വെല്ലുവിളികളെയും അതിക്രൂരമായ മാനസിക പീഡനങ്ങളെയുമാണ് നേരിടേണ്ടി വന്നത്. നേരം പുലരുന്നത് തന്നെ അമ്മായിയമ്മ മധുമതി ദേവിയുടെ കുറ്റപ്പെടുത്തലുകളോടെയായിരുന്നു. അവൾ അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണത്തിലും അവർ മനഃപൂർവ്വം കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഭക്ഷണം ഡൈനിങ് ടേബിളിൽ അപ്പാടെ തട്ടിമാറ്റും. ചിലപ്പോൾ വേവ് കുറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അധിക്ഷേപിക്കും. വീട് എത്ര വൃത്തിയാക്കി സൂക്ഷിച്ചാലും ഫർണിച്ചറുകളിൽ എവിടെയെങ്കിലും വിരൽ തൊട്ട് നോക്കി പൊടിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ മധുമതി ദേവി ശ്രമിച്ചിരുന്നു. അവൾ നടക്കുന്ന രീതി, വസ്ത്രം ധരിക്കുന്ന ശൈലി, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന നാട്ടുംപുറത്തെ ഭാഷാശുദ്ധി തുടങ്ങി എല്ലാറ്റിനെയും അവർ പരസ്യമായി പരിഹസിച്ചു. സാവധാനം ആ വീട്ടിൽ അവൾ ഒരു മരുമകളല്ല, മറിച്ച് ശമ്പളമില്ലാത്ത ഒരു വേലക്കാരി മാത്രമാണെന്ന തോന്നൽ ഉണ്ടാക്കാൻ അവരും മകൾ റീമയും പരമാവധി ശ്രമിച്ചു. മറ്റു കുടുംബാംഗങ്ങൾ പലപ്പോഴും ഇത് കണ്ട് വിഷമിച്ചെങ്കിലും മധുമതി ദേവിയുടെ കൽപ്പനകളെ എതിർക്കാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. എന്നാൽ സീമ ഈ അതിക്രമങ്ങളെയെല്ലാം തികഞ്ഞ മൗനത്തോടെയാണ് നേരിട്ടത്. എല്ലാ യുദ്ധങ്ങളും വലിയ ശബ്ദമുണ്ടാക്കിയോ വഴക്കിട്ടോ ജയിക്കാൻ കഴിയില്ലെന്ന് സീമക്ക് നന്നായി അറിയാം. ചില വലിയ പോരാട്ടങ്ങളിൽ വിജയം വരിക്കണമെങ്കിൽ കഠിനമായ ക്ഷമയോടെ ശരി
ശരിയായ സമയത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട്. അവർ തന്നോട് ചെയ്യുന്ന ക്രൂരതകളുടെ പരമാവധി പരിധി എവിടെ വരെ എത്തുമെന്ന് നോക്കുകയായിരുന്നു അവൾ. സീമയുടെ ഈ ശാന്തതയെ അവളുടെ ഭീരുത്വമായും പേടിയായുമാണ് അമ്മായിയമ്മയും നാത്തോനും വിലയിരുത്തിയത്. അത് അവരുടെ അഹങ്കാരം വീണ്ടും വർദ്ധിപ്പിച്ചു. റീമ നഗരത്തിലെ തന്റെ വലിയ കൂട്ടുകാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് സീമയെ കൊണ്ട് ചായയും പലഹാരങ്ങളും വിളമ്പിക്കുന്നത് ഒരു വിനോദമാക്കി മാറ്റി. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഗ്രാമീണ സർവന്റ് എന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൾ സീമയുടെ വസ്ത്രധാരണത്തെയും രൂപത്തെയും ക്രൂരമായി പരിഹസിച്ചു. കൂട്ടുകാരെല്ലാം അത് കേട്ട് ഉറക്കെ ചിരിച്ചപ്പോഴും സീമയുടെ മുഖത്തെ പുഞ്ചിരി മാറിയില്ല. എന്നാൽ ഒരു ദിവസം റീമയുടെ അഹങ്കാരം അതിര് കടന്നു. വീട്ടിലെ എല്ലാ പ്രധാന അംഗങ്ങളും ഹാളിൽ ഇരിക്കുന്ന സമയമായിരുന്നു അത്. റീമ സോഫയിൽ ഇരുന്ന് സീമയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ വീട്ടിലെ ഒരു വേലക്കാരി മാത്രമായിരിക്കും. ആ പദവിക്കപ്പുറം ഈ വീട്ടിൽ നിനക്ക് യാതൊരു വിലയുമില്ലെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇത് കേട്ട് മധുമതി ദേവി ചിരിക്കാൻ തുടങ്ങി. ആ ബംഗ്ലാവിലെ അന്തരീക്ഷം മുഴുവൻ സീമയെ മാനസികമായി തകർക്കുന്ന രീതിയിലായി മാറി. എന്നാൽ ആ നിമിഷം സീമ തന്റെ ദീർഘനാളത്തെ മൗനം വെടിഞ്ഞു. അവൾ തന്റെ കയ്യിലിരുന്ന പാത്രം മേശപ്പുറത്ത് വെച്ച് വളരെ ശാന്തമായി എന്നാൽ കൃത്യമായ ശബ്ദത്തിൽ റീമയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി പറഞ്ഞു, റീമ, വേലക്കാരി എന്ന് പറയുന്നത് തന്റെ അധ്വാനത്തിന് മാന്യമായ പ്രതിഫലവും ബഹുമാനവും വാങ്ങി ജീവിക്കുന്ന അഭിമാനിയായ ഒരു സ്ത്രീയാണ്. ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നത് ഒരു വേലക്കാരിയുടെ ജോലിയല്ല, മറിച്ച് ഈ കുടുംബത്തോടും ഇവിടുത്തെ ബന്ധങ്ങളോടുമുള്ള എന്റെ കടമയാണ്. കടമകൾ ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണ്, അല്ലാതെ പേടി കൊണ്ടല്ല. സീമയുടെ ആ ഒറ്റ മറുപടിയിൽ ആ വലിയ ഹാളിൽ പെട്ടെന്ന് കല്ല് വെച്ചതുപോലെയുള്ള ഒരു നിശബ്ദത പടർന്നു. റീമയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് അപ്രതീക്ഷമായി. സീമയിൽ നിന്ന് ഇത്തരമൊരു മറുപടി ആ ബംഗ്ലാവിൽ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴും തല ഉനിച്ചു നിൽക്കുന്ന, എന്തു പറഞ്ഞാലും മൗനമായി സഹിക്കുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടി ഇത്രയും ധൈര്യത്തോടെ കൃത്യമായ വാക്കുകളിൽ മറുപടി നൽകിയത് അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മധുമതി ദേവിക്ക് ആ മറുപടി ഒട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. തന്റെ പരമാധികാരത്തിനു മുന്നിൽ താൻ വെറും ഒരു കളിപ്പാവിയായി കരുതിയ ഒരു പെൺകുട്ടി തല ഉയർത്തി സംസാരിക്കുന്നത് അവരുടെ അഹങ്കാരത്തിന് ഏറ്റ വലിയൊരു പ്രഹരമായിരുന്നു. അവർ ഉടൻ തന്നെ കസേരയിൽ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് സീമക്ക് നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ചു. നിനക്ക് ഇത്രയും നാവും അഹങ്കാരവും ഉണ്ടായിരുന്നോ? ഇത്രയും കാലം നീ ഇത് ഒളിച്ചു വെക്കുകയായിരുന്നില്ലേ? ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ നിന്റെ ശബ്ദം താഴ്ത്തി വെക്കണം. വലിയ തത്വശാസ്ത്രം ഒന്നും ഇവിടെ പറയേണ്ടതില്ല. നിന്റെ അതിരുകൾ മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. എന്നാൽ മധുമതി ദേവിയുടെ ഈ രൗദ്രഭാവത്തിന് മുന്നിലും സീമ ഒട്ടും ഭയപ്പെട്ടില്ല. അവൾ അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, അമ്മേ, കേൾക്കാനും മനസ്സിലാക്കാനും മുന്നിലിരിക്കുന്നയാൾക്ക് ആത്മാർത്ഥമായ ശേഷിയുണ്ടെന്ന് തോന്നുമ്പോഴാണ് വാക്കുകൾക്ക് മൂല്യമുണ്ടാകുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവരോട് തർക്കിച്ചിട്ടോ ശബ്ദമുയർത്തിയിട്ടോ യാതൊരു കാര്യവുമില്ലല്ലോ. ഞാൻ സത്യം മാത്രമാണ് പറഞ്ഞത്. ഈ വാക്കുകൾ മധുമതി ദേവിയുടെ ഉള്ളിൽ എവിടെയോ ആഴത്തിൽ തറച്ചു. ആ വീട്ടിലെ അന്തരീക്ഷം പതുക്കെ മാറി മറിയാൻ തുടങ്ങുകയായിരുന്നു. കാരണം ആദ്യമായാണ് ആ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ഒരാൾ ഭയമില്ലാതെ സത്യം വിളിച്ചു പറയുന്നത്. സീമയുടെ ഈ മാറ്റം റീമക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തന്റെ കൂട്ടുകാരുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്തിയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സീമയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും എല്ലാവരുടെയും കണ്ണിൽ നിന്നും ഇല്ലാതെയാക്കണമെന്നും അവൾക്ക് ഈ കുടുംബത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് തെളിയിക്കണമെന്നും റീമ ഉറപ്പിച്ചു. അവൾ അതിനായി ക്രൂരമായ ഒരു പുതിയ കെണി ഒരുക്കാൻ തീരുമാനിച്ചു. നഗരത്തിലെ വലിയൊരു ബിസിനസ് പാർട്ടിയും കുടുംബ സംഗമവും ആ ബംഗ്ലാവിൽ വെച്ച് നടത്താൻ മധുമതി ദേവി തീരുമാനിച്ച സമയമായിരുന്നു അത്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തരായ ആളുകൾ പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ വെച്ച് സീമയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ച് നാണം കെടുത്തണം എന്നതായിരുന്നു റീമയുടെ പ്ലാൻ. അതിനായി ആ ചടങ്ങിന്റെ ഏറ്റവും കഠിനമായ ഉത്തരവാദിത്തങ്ങൾ റീമ മനഃപൂർവ്വം സീമയെ ഏൽപ്പിച്ചു. 100-ലധികം വരുന്ന അതിഥികൾക്കുള്ള ഭക്ഷണവും മറ്റ് ക്രമീകരണങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുക എന്നത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ സംബന്ധിച്ച് അസാധ്യമാണെന്ന് റീമ കരുതി. എന്തെങ്കിലും ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്നതായിരുന്നു റീമയുടെ കണക്കുകൂട്ടൽ. എന്നാൽ സീമ ആ വെല്ലുവിളി വളരെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്. അവൾ യാതൊരു ടെൻഷനുമില്ലാതെ വളരെ ആസൂത്രണത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. നഗരത്തിലെ വലിയ കാറ്ററിംഗ്
സർവീസുകളെ പോലും വെല്ലുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ അവൾ മനസ്സിൽ ഒരു പദ്ധതി തയ്യാറാക്കി. ഗ്രാമത്തിലെ തന്റെ അനുഭവചര്യവും അമ്മയിൽ നിന്ന് പഠിച്ച പാചക വിദ്യകളും ഈ വലിയ വേദിയിൽ പ്രയോജനപ്പെടുത്താൻ അവൾ തീരുമാനിച്ചു. കുടുംബ സംഗമത്തിന്റെയും ബിസിനസ് പാർട്ടിയുടെയും ആ സുപ്രധാന ദിവസം എത്തിച്ചേർന്നു. നഗരത്തിലെ വലിയ ബിസിനസ് പ്രമുഖരും പണക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം ആ വലിയ ബംഗ്ലാവിലേക്ക് ഒഴുകിയെത്തി. റീമയും മധുമതി ദേവിയും അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നുവെങ്കിലും അവരുടെ കണ്ണുകൾ എപ്പോഴും അടുക്കളയിലേക്കും ഹാളിന്റെ ക്രമീകരണങ്ങളിലേക്കും നീണ്ടിരുന്നു. സീമ എവിടെയാണ് തെറ്റ് വരുത്തുന്നതെന്ന് നോക്കി കാത്തിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. വലിയൊരു ജനക്കൂട്ടത്തിനു മുന്നിൽ വെച്ച് അവൾ പരാജയപ്പെടണമെന്നും അതോടെ അവളുടെ ഗ്രാമീണ പശ്ചാത്തലത്തെ വീണ്ടും പരിഹസിക്കണമെന്നും റീമ കണക്കുകൂട്ടി. എന്നാൽ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെയല്ല നടന്നത്. സീമ തന്റെ ഗ്രാമീണ തനിമയും നഗരത്തിലെ ആഡംബര രീതികളും ഒന്നിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ രീതിയിലാണ് പാർട്ടി ഒരുക്കിയത്. അതിഥികൾക്കായി അവൾ തയ്യാറാക്കിയ ഭക്ഷണത്തിന്റെ രുചിയും ഹാൾ അലങ്കരിച്ച രീതിയും വന്നവരെല്ലാം വലിയ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. പാർട്ടിക്കായി അവൾ തനിയെ തയ്യാറാക്കിയ പരമ്പരാഗത വിഭവങ്ങളും മധുര പലഹാരങ്ങളും കഴിച്ച അതിഥികൾക്ക് അതിന്റെ രുചി ഒട്ടും മറക്കാൻ കഴിയുന്നതായിരുന്നില്ല. വന്നവരെല്ലാം മധുമതി ദേവിയോട് മരുമകളുടെ അധ്വാനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ സീമ ആ പാർട്ടിയുടെ യഥാർത്ഥ സ്റ്റാറായി മാറി. താൻ ഒരുക്കിയ കെണി പൂർണ്ണമായും പരാജയപ്പെടുന്നത് കണ്ട റീമക്ക് ദേഷ്യവും അസൂയയും സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും സീമയെ പുകഴ്ത്തുന്നത് അവൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതിഥികൾ കേൾക്കെ അവൾ ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്ന് ഉറക്കെ പറഞ്ഞു, ഭക്ഷണവും ക്രമീകരണങ്ങളും ഒക്കെ കൊള്ളാം, പക്ഷെ ഇതിൽ ഉപ്പൽപ്പം കൂടുതലാണ്. നഗരത്തിലെ വലിയ പാർട്ടികളിൽ ഇത്തരം വിഭവങ്ങൾ ആരും വിളമ്പാറില്ല. റീമയുടെ ഈ മോശം പെരുമാറ്റം കേട്ട് അവിടെയുണ്ടായിരുന്ന അതിഥികൾ സീമയെ അല്ല മറിച്ച് റീമയെയാണ് കുറ്റപ്പെടുത്തിയത്. ഇത്രയും നല്ലൊരു പാർട്ടി ഒരുക്കിയ മരുമകളെ പരസ്യമായി അപമാനിച്ച റീമയുടെ സംസ്കാര ശൂന്യതയെക്കുറിച്ച് അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ സീമ പതിവ് പോലെ യാതൊരു ദേഷ്യവും കാണിക്കാതെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടെ റീമക്ക് മറുപടി നൽകി. റീമ, ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി തീരുമാനിക്കുന്നത് ഉപ്പിന്റെയോ എരിവിന്റെയോ അളവ് മാത്രമല്ല, ഇതുണ്ടാക്കുന്ന ആളുടെ ചിന്തയും സ്നേഹവുമാണ്. നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിച്ചാൽ എല്ലാം മധുരമുള്ളതായി തന്നെ തോന്നും. നിനക്ക് ഇതിൽ സ്നേഹം കുറവായി തോന്നിയെങ്കിൽ അടുത്ത തവണ ഞാൻ അത് മാറ്റാൻ ശ്രമിക്കാം. ഈ മറുപടി കേട്ട അതിഥികൾ സീമയുടെ ബുദ്ധിയെ വീണ്ടും അഭിനന്ദിച്ചു. ഈ സംഭവത്തോടെ മധുമതി ദേവി ഉള്ളിൽ ഭയപ്പെടാൻ തുടങ്ങി. തങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ മാനസിക സമ്മർദ്ദവും തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നതും അത് സീമക്ക് അനുകൂലമായി ഭവിക്കുന്നതും അവർ തിരിച്ചറിഞ്ഞു. സീമ തങ്ങൾ വിചാരിച്ചതുപോലെ പേടിച്ച് പിന്മാറുന്ന ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്ന് അവർക്ക് പൂർണ്ണമായി മനസ്സിലായി. അതിഥികളെല്ലാം പോയതിനു ശേഷം ദേഷ്യം സഹിക്കാനാവാതെ മധുമതി ദേവി സീമയോട് കയർത്ത് സംസാരിച്ചു. നിനക്ക് ഈ വീട്ടിൽ ഇനിയും താമസിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ജീവിക്കാൻ പഠിക്കണം. എന്റെ വാക്കുകളാണ് ഇവിടെ നിയമം. അതിനു മുകളിൽ നിന്റെ വലിയ വർത്തമാനങ്ങൾ ഇവിടെ ആവശ്യമില്ല. സീമ അവരെ നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, അമ്മേ, ഞാൻ നിങ്ങളെ പോലെ ആയാൽ ഈ വീട്ടിൽ സ്നേഹത്തിനു പകരം ഭയം മാത്രമായിരിക്കും അവശേഷിക്കുക. ഒരു കുടുംബത്തിന് വേണ്ടത് പരസ്പരമുള്ള ബഹുമാനവും വിശ്വാസവുമാണ്, അല്ലാതെ ഒരാൾ മറ്റൊരാളെ ഭയന്ന് ജീവിക്കുന്നതല്ല. ഞാൻ എന്നും ഞാനായിട്ട് തന്നെ ഈ വീട്ടിൽ ഉണ്ടാകും. ഈ വാക്കുകൾ കേട്ട് ആ വീട്ടിലെ മറ്റംഗങ്ങളും സീമയുടെ ഭാഗത്താണ് ന്യായമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. പാർട്ടിക്ക് ശേഷം വീട്ടിലെ സാധാരണക്കാരായ മറ്റു ചില കുടുംബാംഗങ്ങളും സീമയുടെ മൗനത്തെയും ശാന്തതയും അവളുടെ ബലഹീനതയായിട്ടല്ല മറിച്ച് വലിയൊരു ബുദ്ധി സാമർഥ്യമായിട്ടാണ് കണ്ടത്. സാവധാനം അവർ സീമയോട് അടുക്കാൻ തുടങ്ങി. ഇത് മധുമതി ദേവിയുടെയും റീമയുടെയും പദവിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. കാരണം തങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ തങ്ങൾ ഒറ്റപ്പെടുകയാണോ എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. സീമയുടെ സ്വാധീനം വീട്ടിൽ വർദ്ധിക്കുന്നത് തടയാൻ അവർ പുതിയ വഴികൾ ആലോചിച്ചു കൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഥയെ ആകെ മാറ്റിമറിക്കുന്നതും കേവലം ഒരു കുടുംബ വഴക്കിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതുമായ ഒരു സുപ്രധാന സംഭവം ഉണ്ടാകുന്നത്. ഒരു ദിവസം വൈകുന്നേരം സീമ അടുക്കളയിലെ ജോലികൾ കഴിഞ്ഞ് തന്റെ മുറിയിലേക്ക് വന്ന സമയത്താണ് അവളുടെ ഫോണിലേക്ക് സ്വന്തം ഗ്രാമത്തിൽ നിന്നും ഒരു കോൾ വരുന്നത്. സാധാരണയായി ഗ്രാമത്തിലെ വിശേഷങ്ങൾ അറിയാൻ വരുന്ന ഫോൺ കോളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത്. ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ സീമയുടെ മുഖഭാവം പെട്ടെന്ന് മാറി മറിഞ്ഞു. അവളുടെ ശാന്തമായിരുന്ന കണ്ണുകളിൽ ദേഷ്യവും വലിയൊരു ആശങ്കയും ഒരേപോലെ പ്രകടമായി. അവളുടെ ഗ്രാമത്തിലെ പാവപ്പെട്ട കർഷകരുടെ കൃഷിഭൂമികൾ ചില ആളുകൾ വ്യാജരേഖകൾ ചമച്ച് കയ്യേറാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയായിരുന്നു ആ ഫോണിലൂടെ
ഫോണിലൂടെ ഗ്രാമത്തിലെ ഒരു മുതിർന്ന വ്യക്തി അവളോട് പറഞ്ഞത്. പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തി അവരെ അവിടെ നിന്ന് ആട്ടിയോടിക്കാൻ ചില ഗുണ്ടകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഗ്രാമത്തിലെ വിദ്യാസമ്പന്നയായ സീമയെ അവർ വിളിച്ചത്. എന്നാൽ ഇതിലും വലിയൊരു നെട്ടൽ സീമയെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ ഭൂമി കയ്യേറ്റത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് നഗരത്തിലെ ചില വൻകിട ബിസിനസ്സുകാരാണെന്നും അതിൽ അവൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ വലിയ ബംഗ്ലാവിനും മധുമതി ദേവിയുടെ കമ്പനിക്കും വലിയൊരു പങ്കുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. തന്റെ അമ്മായിയമ്മയുടെ കുടുംബത്തിന്റെ പഴയതും പുതിയതുമായ ചില രഹസ്യ ബിസിനസ് ഇടപാടുകളാണ് സ്വന്തം നാടിനെയും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയും നശിപ്പിക്കാൻ പോകുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഈ സത്യം മനസ്സിലാക്കിയ നിമിഷം സീമയുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റമുണ്ടായി. ഈ പ്രശ്നം കേവലം വീടിനുള്ളിലെ പരിഹാസങ്ങളിലോ അല്ലെങ്കിൽ അമ്മായിയമ്മ നാത്തൂൻ പോരിലോ ഒതുങ്ങുന്ന ഒന്നല്ലെന്ന് സീമക്ക് ബോധ്യമായി. ഇതൊരു വലിയ കോർപ്പറേറ്റ് മാഫിയയുടെയും നിയമവിരുദ്ധ പ്ലാനിന്റെയും ഭാഗമാണ്. ആ നിമിഷം മുതൽ സീമയുടെ മൗനം കൂടുതൽ ആഴമുള്ളതും ഗൗരവമേറിയതുമായി മാറി. അവൾ പഴയതുപോലെ വെറുതെ ഇരുന്നില്ല. അവൾ കൂടുതൽ ചിന്തിക്കാനും ആ വീട്ടിൽ നടക്കുന്ന ഓരോ സാമ്പത്തിക ചലനങ്ങളെയും നിരീക്ഷിക്കാനും തുടങ്ങി. എന്നാൽ അവളുടെ ഉള്ളിലെ ആത്മവിശ്വാസം മുൻപത്തേക്കാൾ 100 മടങ്ങായി വർദ്ധിച്ചിരുന്നു. ഇനി ആർക്കും അവളെ എളുപ്പത്തിൽ തോൽപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ കഴിയില്ല. മധുമതി ദേവിയും റീമയും അവളുടെ ഈ പെട്ടെന്നുള്ള ഗൗരവഭാവം കണ്ട് അത്ഭുതപ്പെട്ടു. അവൾ തങ്ങളെ പേടിച്ചാണ് ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് റീമ വിചാരിച്ചെങ്കിലും മധുമതി ദേവിക്ക് എന്തോ ഒരു അപകടം മണത്തു. സീമ രഹസ്യമായി ആ ബംഗ്ലാവിലെ പഴയ സാമ്പത്തിക രേഖകളും ഗ്രാമത്തിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ബിസിനസ് കരാറുകളും എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. സ്വന്തം ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ അവൾ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിൽ നിന്നുള്ള ആ ഫോൺ കോളിന് ശേഷം സീമയുടെ ജീവിതം പൂർണ്ണമായും മാറിമറിഞ്ഞു. വീട്ടിനുള്ളിൽ അവൾ പഴയതുപോലെ വളരെ ശാന്തമായി നടക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ ഒരു യുദ്ധക്കളമായിരുന്നു. തന്റെ ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എങ്ങനെ നീതി വാങ്ങിക്കൊടുക്കാം, ഈ അഹങ്കാരികളുടെ മുഖം മൂടി എങ്ങനെ അഴിച്ചു മാറ്റാം എന്നതിനെ കുറിച്ചായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. അമ്മായിയമ്മയുടെയും നാത്തൂന്റെയും പരിഹാസശരങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടായിരുന്നുവെങ്കിലും സീമയ്ക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. കാരണം അവളിപ്പോൾ വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു. മധുമതി ദേവി ബിസിനസ് കാര്യങ്ങൾക്കായി വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഓഫീസും അവിടുത്തെ പഴയ ഫയലുകളുമായിരുന്നു സീമയുടെ പ്രധാന ലക്ഷ്യം. അവർ വീട്ടിൽ ഇല്ലാത്ത സമയങ്ങൾ നോക്കി സീമ വളരെ രഹസ്യമായി അവിടെ പരിശോധനകൾ നടത്താൻ തുടങ്ങി. ഓരോ ഫയലുകളും വലിയ ശ്രദ്ധയോടെ അവൾ കൈകാര്യം ചെയ്തു. സാവധാനം അവൾ തിരഞ്ഞുകൊണ്ടിരുന്ന ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അവളുടെ കൈകളിൽ എത്തിച്ചേർന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമത്തിലെ കർഷകരെ പറ്റിച്ച് ഒപ്പിട്ട് വാങ്ങിയ വ്യാജ ആധാരങ്ങളും അതിനായി രൂപീകരിച്ച വ്യാജ കമ്പനികളുടെ വിവരങ്ങളും അടങ്ങിയ ഫയലുകൾ അവൾ കണ്ടെത്തി. ഈ രേഖകൾ പുറത്തു വന്നാൽ നഗരത്തിലെ പല വലിയ ബിസിനസ് ഗ്രൂപ്പുകളും തകരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതോടൊപ്പം മധുമതി ദേവിയുടെ കുടുംബത്തിന്റെ മാന്യതയുടെ മുഖം മൂടിയും എന്നേക്കുമായി അഴിഞ്ഞു വീഴും. ഈ രേഖകൾ കണ്ടെത്തിയതോടെ സീമയുടെ പെരുമാറ്റത്തിൽ വലിയൊരു ഗൗരവം പ്രകടമായി. ആ വലിയ ബംഗ്ലാവിലെ അന്തരീക്ഷം വളരെ ഭാരമുള്ളതും സമ്മർദ്ദം നിറഞ്ഞതുമായി മാറി. സീമ എപ്പോഴാണ് എന്ത് ചെയ്യുക എന്ന് മധുമതി ദേവിക്കോ റീമക്കോ മനസ്സിലായില്ല. സീമയുടെ ആ വലിയ മൗനം ഇപ്പോൾ അവരെ ഭയപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. അവൾ വെക്കുന്ന ഓരോ ചുവടും സംസാരിക്കുന്ന ഓരോ വാക്കും വളരെ ആലോചിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി. സീമ ഇപ്പോൾ വെറും ഒരു സാധാരണ മരുമകളല്ല, മറിച്ച് തങ്ങളുടെ സർവനാശത്തിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു വലിയ ശക്തിയാണെന്ന് അവർ പതുക്കെ തിരിച്ചറിഞ്ഞു. സീമ ഈ രേഖകളുടെ പകർപ്പുകൾ തന്റെ ഗ്രാമത്തിലെ വിശ്വസ്തരായ ചില ആളുകൾക്ക് അയച്ചുകൊടുത്തു. അവരുമായി ചേർന്ന് നിയമപരമായ ഒരു പോരാട്ടത്തിന് അവൾ അടിത്തറയിട്ടു. നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വക്കീലിനെ കണ്ട് അവൾ എല്ലാ തെളിവുകളും കൈമാറി. കർഷകരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് തെളിയിക്കാനുള്ള രേഖകളും അവൾ വക്കീലിന് നൽകി. ഗ്രാമത്തിലെ കർഷകരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഗുണ്ടകൾക്കെതിരെയും കമ്പനിക്കെതിരെയും കോടതിയിൽ ഹർജി ഫയൽ ചെയ്യപ്പെട്ടു. ഗ്രാമത്തിലെ ജനങ്ങൾ സീമയുടെ നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ച വാർത്തകൾ പതുക്കെ മാധ്യമങ്ങളിൽ വരാൻ തുടങ്ങി. നഗരത്തിലെ വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് ഗ്രാമീണരുടെ ഭൂമി തട്ടിയെടുത്തു എന്ന വാർത്തകൾ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ആ കോപ്പികൾ ആ വലിയ ബംഗ്ലാവിലും എത്തിച്ചേർന്നു. തങ്ങൾ ഇത്രയും കാലം ദുർബലയെന്നും പാവമെന്നും കരുതി ചവിട്ടി മെതിക്കാൻ നോക്കിയ പെൺകുട്ടിയുടെ പേര് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ തന്നെ മധുമതി ദേവിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. നാത്തൂൻ റീമയുടെ മുഖത്ത് ആദ്യമായി വലിയൊരു ആശങ്കയും പേടിയും നിഴലിച്ചു. സീമയുടെ ഓരോ നീക്കവും ഒരു വലിയ സന്ദേശമായിരുന്നു. മൗനം എന്നത് ബലഹീനതയല്ല, മറിച്ച് ശരിയായ സമയത്ത് സംസാരിക്കുമ്പോൾ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന ശക്തമായ പാഠമായിരുന്നു അത്. കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വലിയ ബംഗ്ലാവിലേക്ക് അപ്രതീക്ഷിതമായി ചില ഔദ്യോഗിക വാഹനങ്ങൾ എത്തിച്ചേർന്നു. കോടതിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ നോട്ടീസ്
നോട്ടീസുമായിട്ടായിരുന്നു അവർ വന്നത്. ആ സമയത്ത് മധുമതി ദേവിയും റീമയും ഹാളിലിരുന്ന് ചർച്ചയിലായിരുന്നു. നോട്ടീസ് കൈപ്പറ്റിയതോടെ ആ കുടുംബം മുഴുവൻ ഞെട്ടിവിറച്ചു. കാരണം ആ നോട്ടീസിൽ മധുമതി ദേവിയുടെ കമ്പനിയുടെ പേരും അവർ വർഷങ്ങളായി ഒളിപ്പിച്ചു വെച്ചിരുന്ന നിയമവിരുദ്ധമായ ഭൂമി കയ്യേറ്റത്തിന്റെ വ്യക്തമായ തെളിവുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി സത്യം അധികകാലം പണത്തിന്റെ സ്വാധീനം കൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലെന്ന് മധുമതി ദേവിക്ക് ബോധ്യമായി. ഈ വലിയ ബഹളങ്ങൾ നടക്കുമ്പോഴും സീമ യാതൊരു കുലുക്കവുമില്ലാതെ വളരെ ശാന്തമായി സോഫയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അവൾ ആ നോട്ടീസുകൾ നോക്കി വളരെ പക്വതയോടെ പറഞ്ഞു, അമ്മേ, സത്യത്തെ എത്ര കാലം മൂടിവെച്ചാലും അത് ഒരു ദിവസം വെളിച്ചത്ത് വരും. നമ്മൾ എന്തു വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യേണ്ടി വരും. ഇത് പ്രകൃതിയുടെ നീതിയാണ്. അവളുടെ വാക്കുകളിൽ അവരോടുള്ള പ്രതികാര ചിന്തയോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് വരാൻ പോകുന്ന യാഥാർത്ഥ്യത്തിന്റെ നേർക്കാഴ്ച മാത്രമായിരുന്നു അത്. മധുമതി ദേവി ആദ്യമായി സീമയുടെ മുന്നിൽ വന്ന് തല താഴ്ത്തിയിരുന്നു. അവരുടെ ശബ്ദത്തിലെ പഴയ കടുപ്പവും അധികാരഭാവവും പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. അതിനു പകരം വലിയൊരു ഭയവും തളർച്ചയും മാത്രമാണ് അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നത്. നിനക്ക് ഈ കുടുംബത്തിൽ നിന്ന് എന്താണ് വേണ്ടത്? നീ ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കുകയാണോ? ഞങ്ങൾ നിന്നെ പരിഹസിച്ചതിന് ഇതാണോ നീ തരുന്ന പ്രതികാരം? മധുമതി ദേവി വളരെ ദയനീയമായി ചോദിച്ചു. സീമ അവരെ നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, അമ്മേ, എനിക്ക് ആരോടും വ്യക്തിപരമായ വിരോധമില്ല. ഈ കുടുംബം തകരുമെന്നോ നശിക്കുമെന്നോ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നില്ല. ഞാൻ എന്റെ ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. നിയമവിരുദ്ധമായി കയ്യേറിയ ഭൂമി അവർക്ക് തിരികെ നൽകണം. നിങ്ങൾ ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറാണെങ്കിൽ ഈ പ്രശ്നം കോടതിക്ക് പുറത്തു തീർക്കാൻ ഞാൻ സഹായിക്കാം. റീമ അപ്പോഴേക്കും പൂർണ്ണമായും മാനസികമായി തകർന്നിരുന്നു. താൻ ചെയ്ത ഓരോ ചതിയും പരിഹാസവും ഇപ്പോൾ തനിക്ക് നേരെ തന്നെയാണ് തിരികെ വരുന്നതെന്ന് അവൾ മനസ്സിലാക്കി. എന്നും മറ്റുള്ളവരെ തരം താഴ്ത്തി കണ്ടിരുന്ന റീമയ്ക്ക് ഇപ്പോൾ സീമയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ധൈര്യമില്ലായിരുന്നു. ആ വലിയ വീട്ടിലെ ഭയം നിറഞ്ഞ അന്തരീക്ഷം സീമയുടെ ക്ഷമയുടെയും സത്യസന്ധതയുടെയും വിജയത്തെയാണ് കാണിച്ചത്. കോടതിയുടെ കർശനമായ ഉത്തരവിനെ തുടർന്ന് ഭൂമി തട്ടിപ്പ് കേസിന്റെ അന്വേഷണം വളരെ വേഗത്തിലാണ് മുന്നോട്ടു പോയത്. സീമ വക്കീൽ മുഖേന കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ അത്രമാത്രം കൃത്യവും ശക്തവുമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മധുമതി ദേവിയുടെ ഓഫീസിലെ കമ്പ്യൂട്ടറുകളും പഴയ ഫയലുകളും വിശദമായി പരിശോധിച്ചപ്പോൾ ബിസിനസിന്റെ മറവിൽ നടന്ന വലിയ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വന്നു. നഗരത്തിലെ വലിയ ബിസിനസ്സുകാരും സ്വാധീനമുള്ള ചില രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ട വലിയൊരു ഭൂമി മാഫിയയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് തെളിഞ്ഞു. മധുമതി ദേവിയുടെ കമ്പനി ഈ മാഫിയയുടെ പ്രധാന പങ്കാളിയായിരുന്നു. ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വാർത്താ ചാനലുകളിൽ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി വരാൻ തുടങ്ങിയതോടെ ആ വലിയ ബംഗ്ലാവിൽ പൂർണ്ണമായ നിശബ്ദത പടർന്നു. മുൻപൊക്കെ ആ വീട്ടിൽ ഉയർന്നു കേട്ടിരുന്ന അഹങ്കാര ചിരികളോ സീമയെ മാനസികമായി തളർത്താൻ വേണ്ടിയുള്ള പരിഹാസങ്ങളോ ഇപ്പോൾ ഒരിടത്തും കേൾക്കാനില്ലായിരുന്നു. അതിനു പകരം ഏത് നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്തേക്കാം എന്ന ഭയവും ഉത്കണ്ഠയും മാത്രമാണ് ആ വീട്ടിൽ അവശേഷിച്ചത്. നാണക്കേട് ഭയന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി അവർ. വീട്ടിലെ ഓരോ അംഗങ്ങളും പരസ്പരം വിശ്വാസമില്ലാതെ സംശയത്തോടെ പരസ്പരം നോക്കാൻ തുടങ്ങി. എന്നാൽ സീമ ഈ പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ ശാന്തത കൈവിട്ടില്ല. അവൾ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വക്കീൽ ഓഫീസിലും കോടതിയിലും നിരന്തരം ഓടി നടന്നു. തന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. കാരണം ഇത് അവളുടെ മാത്രം പ്രശ്നമായിരുന്നില്ല, മറിച്ച് ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. അന്വേഷണം മുറുകിയതോടെ കേസിൽ ഉൾപ്പെട്ടിരുന്ന മറ്റു വലിയ ബിസിനസ്സുകാർ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ കുറ്റങ്ങളും മധുമതി ദേവിയുടെ കമ്പനിയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഈ ചതി മനസ്സിലാക്കിയ മധുമതി ദേവി പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി. തങ്ങൾ ഇത്രയും കാലം സമ്പാദിച്ച പണവും പ്രതാപവും സത്യത്തിനു മുന്നിൽ വെറും കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായി. താൻ വെറും ഒരു പാവം ഗ്രാമീണ പെൺകുട്ടിയെന്ന് കരുതി ചവിട്ടി മെതിക്കാൻ നോക്കിയ സീമയാണ് ഇന്ന് തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചതെന്ന് അവർക്ക് ബോധ്യമായി. അവർ വിചാരിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ഈ വലിയ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. മധുമതി ദേവി വീണ്ടും സീമയുടെ സഹായത്തിനായി അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. മധുമതി ദേവിയുടെ ഉള്ളിൽ അഹങ്കാരം ഇപ്പോൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരുന്നു. എപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ മാത്രം സംസാരിച്ചെന്ന അവരുടെ ഗാംഭീര്യം അപ്രതീക്ഷമായി. തങ്ങൾ സമ്പാദിച്ച കോടികളുടെ പണവും നഗരത്തിലെ സ്വാധീനവും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് തുണയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ വലിയ ബംഗ്ലാവിനുള്ളിൽ അവർ വളരെ ശാന്തയും പശ്ചാത്താപവും ഉള്ളവളായി ഒതുങ്ങിക്കൂടി. തങ്ങൾ ഇത്രയും കാലം സീമയോട് ചെയ്ത ക്രൂരതകളും മാനസിക പീഡനങ്ങളും ഓർത്ത് അവർ ഉള്ളിൽ വിതുമ്പി. അവൾ തങ്ങളെ ജയിലിലാക്കാൻ നോക്കുകയല്ല, മറിച്ച് തങ്ങൾ ചെയ്ത തെറ്റ് തിരുത്താനുള്ള വഴി കാണിച്ചു തരികയാണെന്ന് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. നാത്തൂൻ റീമയും ഇപ്പോൾ പഴയതുപോലുള്ള തർക്കങ്ങൾക്കോ പരിഹാസങ്ങൾക്കോ നിൽക്കാറില്ലായിരുന്നു. അവൾ എപ്പോഴും ദൂരെ മാറി നിന്ന് സീമയെ
സീമയെ നോക്കും. ഒരാളുടെ പുറം മോടിയും വസ്ത്രധാരണവും ഭാഷയും കണ്ട് അവരുടെ യോഗ്യതയും ബുദ്ധിശക്തിയും വിലയിരുത്തുന്നത് എത്ര വലിയ തെറ്റാണെന്ന് റീമക്ക് സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ബോധ്യമായി. ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിക്ക് മുന്നിൽ താൻ എത്രമാത്രം ചെറുതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്നും സീമയെ തരം താഴ്ത്താൻ ശ്രമിച്ച തനിക്ക് നേരെ അവൾ കാണിച്ച കാരുണ്യവും ക്ഷമയും റീമയുടെ കണ്ണു തുറപ്പിച്ചു. അതേസമയം ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ പതുക്കെ പരിഹരിക്കപ്പെടാൻ തുടങ്ങിയിരുന്നു. കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ കാരണം മധുമതി ദേവിയുടെ കമ്പനി നിയമവിരുദ്ധമായി കൈയേറിയ ഭൂമി മുഴുവൻ പാവപ്പെട്ട കർഷകർക്ക് തിരികെ നൽകാൻ ഉത്തരവായി. ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷം കൊണ്ട് കണ്ണീരൊഴുക്കി. തങ്ങളുടെ കൃഷിഭൂമി തിരികെ വാങ്ങി തന്ന സീമയെ അവർ തങ്ങളുടെ രക്ഷകയായി കണ്ട് ആദരിച്ചു. ഗ്രാമത്തിൽ മാത്രമല്ല, നഗരത്തിലെ മാധ്യമങ്ങളിലും സീമയുടെ ധീരതയും സത്യസന്ധതയും കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു. സീമക്ക് വേണമെങ്കിൽ ഈ അവസരത്തിൽ മധുമതി ദേവിയോടും റീമയോടും ക്രൂരമായി പ്രതികാരം ചെയ്യാമായിരുന്നു. അവരെ പൂർണ്ണമായും തകർക്കാനുള്ള എല്ലാ തെളിവുകളും അവളുടെ പക്കലുണ്ടായിരുന്നു. എന്നാൽ അവൾ പ്രതികാരത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ വഴി തിരഞ്ഞെടുത്തില്ല. കാരണം അവൾ ആഗ്രഹിച്ചത് മാറ്റമായിരുന്നു, അല്ലാതെ നാശമല്ല. അവൾ തന്റെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഗ്രാമത്തിലെ ജനങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ മധുമതി ദേവിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ അവൾ മുൻകൈയെടുത്തു. അങ്ങനെ മധുമതി ദേവിയുടെ കമ്പനിയെ വലിയൊരു തകർച്ചയിൽ നിന്നും നാണക്കേടിൽ നിന്നും അവൾ രക്ഷിച്ചു. എല്ലാം ശുഭകരമായി അവസാനിച്ചെങ്കിലും ആ വലിയ വീട്ടിൽ ഇനി തനിക്ക് തുടരാൻ കഴിയില്ലെന്ന് സീമക്ക് അറിയാം. കാരണം സ്നേഹവും പരസ്പര ബഹുമാനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പണത്തിന്റെ ആഡംബരത്തിൽ മാത്രം ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾ വിശ്വസിച്ചു. അവൾ ആ വലിയ ബംഗ്ലാവ് വിട്ടു പോകാൻ തീരുമാനമെടുത്തു.